പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വേസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ആ വേസ്റ്റൊക്കെ ശേഖരിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റൊക്കെ ശേഖരിക്കുന്ന വാളിനകത്ത് അല്ലെങ്കിൽ കിണറ്റിനകത്ത് അല്ലെങ്കിൽ പിൽറ്റിനകത്ത് ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടുന്ന് കോൾ വരുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥിയെ നമുക്ക് നോക്കാം. വ്യത്യസ്തനാണോ അതേ ഇവിടെ ഇതിന് മുന്നേ ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടിയുള്ളൂ. അന്ന് ഒരു പ്രാവശ്യം കിട്ടിയത് ഒരു കുഞ്ഞ് മൂർഖൻ അഥവാ സ്പെക്ടിക്കിൾഡ് കോബ്ര അഥവാ നാഗം അഥവാ സർപ്പം തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ ഇവിടെ ഇവർ പാമ്പിനെ കണ്ടിട്ട് ഇവർ ഒരുപാട് തരത്തിലുള്ള പാമ്പുകളെ കണ്ടിട്ടുള്ളതാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ വേറെ വ്യത്യസ്തനായ പാമ്പുകളെ സന്ധ്യാസമയങ്ങളിൽ ഇവർ കാണാറുണ്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെ വ്യത്യസ്തനായ അതിഥി ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ സമയങ്ങൾ ഒരു കോബ്ര അഥവാ മൂർഖൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും സമയം കളയുന്നില്ല, പോകാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കും അതിഥി അപകടത്തിൽ കേട്ട് കിടക്കുന്ന ആ സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. പാറ്റൂർ വേസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നമ്മുടെ ഡ്രെയിനേജിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇവിടുന്ന് അടുത്ത ഇതിനെ നമ്മുടെ മുട്ടത്തറയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു, ഈ അതിഥിയെ കണ്ടു. വേസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ വേസ്റ്റിൻ്റെ ആ ടാങ്കിൽ ഒരു അതിഥി കിടപ്പുണ്ട്. അദ്ദേഹത്തിന് നോക്കണം, അദ്ദേഹം കുറച്ച് ഉയരത്തിൽ കയറി വരികയാണ്. അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല, കുഞ്ഞനതി, ഒരു 10 വയസ്സ്, ഉദ്ദേശിച്ച് ഒരു 10 വയസ്സിനടുത്ത് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു അതിഥിയാണ്. അത് ഫീമെയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഈ അതിഥിയെ നമ്മൾ പുറത്തെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി കുളിപ്പിക്കണം. കാരണം വേസ്റ്റ് വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആ വേസ്റ്റൊക്കെ നമ്മുടെ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പരിചയപ്പെടാം ആ അതിഥി. നമ്മളെന്തായാലും ഒരു തോട്ട ഉണ്ടാക്കി ഒരു കമ്പ് വെച്ച് കയറ്റിയിട്ട് അതിനെ കോരി മുകളിലേക്ക് എടുക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മളൊരു ക്ലിപ്പ് ഒരു ഹൂക്ക് ഉപയോഗിച്ച് അതിനൊരു ട്രാപ്പിൽ കൂടി ഇങ്ങനെ കോരി എടുക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം നമുക്ക് പിടിവരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ കാത്തിരുന്ന അതിഥി തിരുവനന്തപുരം ജില്ലയിൽ പാറ്റൂർ വേസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ നമ്മുടെ വേസ്റ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന, അതായത് നമ്മുടെ ഡ്രെയിനേജിൻ്റെ സ്റ്റോറിങ് ആയിട്ടുള്ള ടാങ്കിനകത്ത് ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. നമ്മുടെ വന്നു, അതിഥിയെ പിടികൂടി. അത്ര പ്രായക്കാരനൊന്നും അല്ലാത്ത
ഉദ്ദേശം എന്നാൽ 10 വയസ്സോളം പ്രായം മാത്രം വരുന്ന ഒരു ഫീമെയിൽ കോബ്ര, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഉദ്ദേശം 10 വയസ്സിലേറെ മാത്രമേ ഉള്ളൂ. ഏകദേശം 5.25 അടിയോളം നീളം ഇദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് ടാങ്ക് തറമട്ടത്തിലായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിലകപ്പെട്ടത്. ടാങ്കിന് അല്പം കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇതിനകത്ത് അകപ്പെടുകയില്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വീടിൻ്റെ നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ ചെറിയൊരു ടാങ്ക് ഉണ്ടായിരുന്നു. അവിടെ അകപ്പെട്ടൊരു ചെറിയ മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിനെ ഞാൻ പിടികൂടിയിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം ഇവിടെ അടുത്ത് എൻ്റെ പുറകിൽ പൈപ്പിൻ്റെ അവിടെ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് എനിക്ക് അതിനെ പിടികൂടാൻ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഞാൻ അവിടെ വേസ്റ്റൊക്കെ മാറ്റിയതോട് കിട്ടിയില്ല. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ സ്ഥലത്ത് ഈ ഓഫീസിൽ വരുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലായിടത്തും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ എത്തുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. പരിധിക്ക് അപ്പുറം കോളുകളായാൽ എത്താൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ അടുത്ത ദിവസം ഒരു പ്രിയ സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എല്ലായിടത്തും എത്താൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ കഴിഞ്ഞ 2 ദിവസമേ ആയിട്ടുള്ളൂ, എന്തിനാണ് നമ്പർ കൊടുത്തിരിക്കുന്നതെന്ന്. ഇന്ന് രാവിലെയും ഒരു അനുഭവം ഉണ്ടായി. ആദ്യത്തെ കോള് വിളിച്ചു, ഒരു കിണറ്റിൽ പാമ്പുണ്ടെന്നും പറഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല, നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെയൊക്കെ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ അതിഥിയെ നമ്മൾ പിടികൂടി കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി മൂർഖൻ പാമ്പുകളെ, സർപ്പത്തിനെ, നാഗത്തെ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ അധികം പരിചയപ്പെടുത്തുന്നില്ല. ഇനിയും ഒട്ടനവധി കോളുകൾ എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഈ അതിഥിയെ നമ്മളൊരു ബോട്ടിലാക്കി ഇവരോട്, ഇവിടുത്തെ നല്ലവരായ ഓഫീസർമാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി, മറ്റൊരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നമുക്ക് നമ്മുടെ യാത്രയിൽ ഒരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു കോൾ പോയത് ISROയ്ക്കകത്താണ്. ISROയ്ക്കകത്ത് നമുക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അലോട്ടല്ല. അതുകൊണ്ട് നമുക്കവിടെ അതിനെ പകർത്താൻ കഴിഞ്ഞില്ല. ഞാൻ മാത്രം പോയി അദ്ദേഹത്തെ പിടികൂടി. അവരെ വണ്ടിയിൽ ഞാൻ മാത്രം പോയി അദ്ദേഹത്തെ പിടികൂടി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു അവസരം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുന്നു. ഇപ്പോൾ ISROയ്ക്കകത്ത് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ എവിടെയുള്ള ആളെന്ന് എനിക്കറിയില്ല, അവിടുന്ന് ലോക്കലായിട്ട് പണിക്ക് വന്ന ഒരാളാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, ഈ പാമ്പിനെ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല, അതിനെ പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതിനെ കൊണ്ട് പൊന്മുടിയിലാണ് തുറന്നു വിടുന്നത്, അത് തല്ലിക്കൊള്ളണം എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായി. ഞാനുമായിട്ട് ചെറിയൊരു ക്ലാഷായി അവിടെ വെച്ച്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ തെറ്റായ ഒരു അറിവാണ്. ഞാൻ ഇതുവരെ പൊന്മുടി മേഖലയിൽ എൻ്റെ അറിവോടുകൂടി, ഞാനോ ഫോറസ്റ്റിൻ്റെ അറിവോടുകൂടി ഞങ്ങൾ ഇതുവരെ അവിടെ ഒരു പാമ്പിനെ പോലും തുറന്നു വിട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിടുന്നത് മറ്റ് വന മേഖലകളാണ്. ഇപ്പോൾ വളരെ അപകടം പിടിച്ച മേഖലകളിലാണ് ഞങ്ങളുടെ യാത്ര. പാമ്പിനെ തുറന്നുവിടാനായി പോകുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ അറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തിരുത്തണം. കാരണം ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പാമ്പിനെ പിടിച്ച് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വീണ്ടും നിങ്ങൾ നമ്മളെ വിളിക്കുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാവണം. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ അടുത്ത് ഓടി വന്ന് അതിനെ പിടിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ, ഞങ്ങളെ വിളിച്ചിട്ടാണ് നിങ്ങളടുത്ത് വരുന്നത്. അല്ല ഞങ്ങൾ പാമ്പുണ്ടോ ചോദിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയല്ല. നിങ്ങളുടെ വീട്ടിലൊരു അതിഥിയെ കാണുമ്പോൾ നിങ്ങൾ നമ്മളെ വിളിക്കുന്നു, നമ്മൾ വരുന്നു, അതിനെ പിടികൂടുന്നു, സേഫായിട്ട് വനത്തിൽ കൊണ്ടുവിടുന്നു. വനത്തിൽ കൊണ്ടുവിടുക വെച്ചാൽ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ പ്രകൃതിക്ക് അനിവാര്യമായ ജീവികളാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാവണം. എന്തായാലും നമ്മൾ സമയങ്ങളെന്നില്ല. കരിക്കകം ക്ഷേത്രത്തിനടുത്ത്, കരിക്കകം സ്കൂളിനടുത്ത് ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പൈപ്പിനകത്തൊരു അതിഥിയെ കണ്ടു. പൈപ്പൊക്കെ മൂടി സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഇതുപോലെ സേഫായിട്ട് വെച്ചിരുന്ന സാധനത്തിനെ കണ്ടു. ഒരു ചട്ടി വെച്ച് പാത്രം വെച്ച് കമത്തി വെച്ചിരുന്നത്. സ്നേക് മാസ്റ്റർ ടീമിൽ നിന്ന് പാത്രം ഉയർത്തിയപ്പോൾ അതിനകത്തൊരു എലി മാത്രമേ ഉണ്ടായിരുന്നു. പമ്പ കടന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് അതിന് സാധ്യതയില്ല. ഇവർ വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ISROയ്ക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ഈ അടപ്പ് എടുത്ത് നമുക്ക് നോക്കാം അതിഥി ആരാണ്. അപ്പോൾ ഈ പൈപ്പിനകത്ത് അതേ കൊണ്ട് ഞാൻ അവിടുത്തെ പൈപ്പിന് 2 തല ഒരു കല്ല് വെച്ച് അടച്ചു വെച്ചിരുന്നു. അപ്പുറത്തെ തല ഞാൻ അടപ്പെടുത്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്നത് ഇത് വേണ്ട ഇതുപോലൊരു ഓസ് പൈപ്പ് ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് നമ്മൾ ഇവിടേക്ക് തള്ളി ഇറക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞു പാമ്പ്, അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ കുഞ്ഞു പാമ്പാണ്.
നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ പിടികൂടി കഴിഞ്ഞു. അദ്ദേഹം അത്ര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞൻ അതിഥിയാണ്. ഏപ്രിൽ മെയ് മാസം, മാർച്ച് ഏപ്രിൽ മെയ് ആദ്യ മാസങ്ങളിൽ മുട്ട വിരിഞ്ഞ്, കഴിഞ്ഞ വർഷമല്ല ഈ വർഷം 2016 മാർച്ച് ഏപ്രിൽ മെയ് ആദ്യ മാസങ്ങളിൽ മുട്ട വിരിഞ്ഞിറങ്ങിയ അതിഥിയാണിത്. അപ്പോൾ മെയ് എന്ന് പറയുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതായത് 8ാമത്തെ മാസം. ഇദ്ദേഹത്തിന് ഒരു 8 മാസത്തിലടുത്ത് മാത്രമേ പ്രായമുള്ളൂ. അതുമാത്രമല്ല പാമ്പുകളുടെ ഇണചേൽ സമയം നവംബർ, ഡിസംബർ, ജനുവരിയാണ്. ഇപ്പോൾ അവരുടെ ഇണചേൽ സമയമാണ്. ഇപ്പോൾ ഇങ്ങനെ സീസൺ കഴിയുമ്പോൾ അത് ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞാൽ, അല്ല നവംബർ, ഡിസംബർ, ജനുവരി ആയിക്കഴിഞ്ഞാൽ ജനുവരി അവസാനം ഫെബ്രുവരി മാസം മുട്ടയിടുന്നു. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് അവസാനം ഏപ്രിൽ മാസം മുട്ട വിരിയുന്നു. അങ്ങനെ മുട്ട വിരിഞ്ഞ ഒരു കുഞ്ഞ് അമ്മ അതിഥിയാണ്. ഇത് ഫീമെയിലാണ്. സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്നു. നമ്മൾ സംസ്കൃതത്തിൽ സർപ്പം എന്ന് പറയുന്ന അമ്പലങ്ങളിൽ ആരാധിക്കാറുണ്ട്. അതെല്ലാം ഇത് തന്നെയാണ്. സർപ്പമെന്നറിയപ്പെടുന്ന, നാഗമെന്നറിയപ്പെടുന്ന, നല്ലാത്തൻ പാമ്പ് എന്നറിയപ്പെടുന്ന, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിന് വെറും 8 മാസത്തിന് താഴെ മാത്രമേ പ്രായമുള്ളൂ. ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. നിങ്ങൾ വെച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പിടിച്ചിരുത്താനായിട്ട് മുതിരരുത്. എന്തായാലും നമ്മുടെ ഈ അമ്മ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ അധികം വെച്ച് കളിക്കുന്നില്ല. ഇദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി യാത്ര ചെയ്യുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര പാതരമായിട്ടും ഒന്നും ആയിട്ടില്ല. ഇനി ഒത്തിരി കോളുകളുണ്ട്. നമ്മളെന്തായാലും ഇവർ വിളിക്കുമ്പോൾ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ പരവൂരിനടുത്ത് ഭൂതക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്, പാറയിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവർ വിളിക്കുമ്പോൾ നമ്മൾ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഏനാത്തായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവർ ഈ കോൾ കഴിഞ്ഞാൽ ഇനി ഒട്ടനവധി കോളുകൾ ഞങ്ങൾക്ക് വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ സ്ഥലത്തെത്തി. ഇനി സമയം കളയുന്നില്ല. ഇവിടെ അവർ ആ അതിഥിയെ വലയൊക്കെ ഇട്ട് പൊതിഞ്ഞ് പഠിപ്പിക്കാൻ കണക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ സമയം കളയണ്ട, നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നല്ല സേഫായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ച്, നമ്മൾ കൊലയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ചപ്പൊക്കെ വെച്ച് പൊഞ്ഞ് കെട്ടി വയ്ക്കുമ്പോൾ വലയൊക്കെ ഇട്ട് പൊഞ്ഞ് കെട്ടി വെച്ച്, ഈ വലയൊന്നും വെച്ചിട്ട് കാര്യമില്ല, സാറിന് ഇറങ്ങി പോകേണ്ടതാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഇനിയും ഒട്ടനവധി അതിഥികൾ നമ്മളെ കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ നമ്മൾ എന്തായാലും പെട്ടെന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചേട്ടാ മറിഞ്ഞു എന്നോട് കൊണ്ട് കൈ വയ്ക്കുകയാണ്. ആ നിങ്ങളെ മെമ്പറെ അതൊക്കെ പിന്നെ എടുക്കണ്ട, എടുക്കാത്ത ചുമ്മാ പെട്ടെന്ന് കാണിക്കണ്ട, പെട്ടെന്ന് കാണിച്ചു ടോർച്ച് ഉണ്ടല്ലോ എന്നോടെ കൊണ്ട്. എന്തായാലും നമ്മൾ വന്നു നമ്മുടെ കുഞ്ഞൻ അതിഥിയെ. കുഞ്ഞൻ അത്ര വലുതൊന്നുമല്ല, കുഞ്ഞൻ അതിഥി ആണെങ്കിൽ തന്നെ മാറ്റിങ്ങിന് തയ്യാറായി. കഴിഞ്ഞ വർഷം ഇണചേർന്ന അതിഥി തന്നെയാണ്. എന്തായാലും 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ. നിങ്ങളൊന്ന് ഇറങ്ങി നില്ല വല്ല നിങ്ങൾ ഇറങ്ങി പറഞ്ഞ കേക്ക് പോയി. നിങ്ങൾ 4 വയസ്സിനടുത്ത് പ്രായമുള്ള അണലി അഥവാ ചേനത്തണ്ട വട്ടക്കുറ അറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഒരു കാരണവശാലും ഞാൻ വീണ്ടും പറയുന്നത്, ഒരു കാരണവശാലും ഞങ്ങളെപ്പോലുള്ള ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കരുത്. കാരണം അനുകരിച്ചതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ ഇതിനടുത്ത് ഈ വർക്കല എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ അടുത്ത് തന്നെയാണ്. വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പാമ്പിനെ പിടിക്കാൻ വിളിച്ച് ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ നമ്പർ എടുത്ത് ആൾ വരുന്നതിന് മുമ്പേ മദ്യപിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ കയറി അതിനെ പിടിച്ചു, അതിൻ്റെ കടിയേറ്റ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അനുകരിക്കുക. ഇപ്പോൾ ഇത് കണ്ടു ചാടി കടിക്കാനായി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് കടി കിട്ടാൻ നമ്മൾ ഒഴിഞ്ഞു മാറുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. എന്തായാലും ഇത് 4 വയസ്സിലടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ അണലിയാണ്. അത് കാരണം ഫീമെയിൽ റസൽസ് വൈപ്പർ, അത് പെൺ അണലി തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇതിൻ്റെ കടിയേറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ മാരകമാണ്. ഒരു കാരണവശാലും ലാഘവത്തോട് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാതിരിക്കുക, ലാഘവത്തോട് ഇദ്ദേഹത്തെ കാണാതിരിക്കുക.
ഇത് പ്രസവിക്കുന്ന പാമ്പ് തന്നെയാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇവയുടെ ഇണചേരൽ സമയമാണ്. അതുകൊണ്ടാണ് ഇവയെ കൂടുതലായി കണ്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവയുടെ ഒരു യാത്രയാണ്. പക്ഷേ രാത്രിയും പകലുമൊക്കെ പകൽ ആണ് കൂടുതലായി ഇണചേരുന്നത്. പക്ഷേ സന്ധ്യാസമയങ്ങളിൽ ഇണചേർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 10 മണി 11 മണി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇണ പിരിയാറുള്ളൂ. അതുപോലെ രാവിലെയൊക്കെ 3 മണി 4 മണി സമയങ്ങളിൽ ഇണചേർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 6 മണി 7 മണിയൊക്കെ ഇണ പിരിയാറുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ഇന്നോ ഇന്നലെയോ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണുകയുണ്ട്. ഇപ്പോൾ തണുപ്പ് സമയത്ത് പാമ്പുകൾ കൂടുതലായി സഞ്ചരിക്കുന്നു. തണുപ്പ് സമയത്ത് കൂടുതലായി സഞ്ചരിക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയല്ല, മറ്റേ ഇണചേരലായതുകൊണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് ആ സമയങ്ങളിൽ ഇണചേരുകയും അത് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മുട്ട വിരിയുകയും പ്രസവിക്കുകയും ചെയ്യുന്ന കാലയളവായതുകൊണ്ട് ഈ കാലയളവ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളാണ് കൂടുതലായി പാമ്പുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം കുഞ്ഞു വിരിയുന്ന സമയത്താണ് നമ്മൾ അറിയാതെ ചവിട്ടി ചപ്പിനകത്ത് കുഞ്ഞുങ്ങളിലേക്ക് അറിയാതെ ചവിട്ടി അറിയാതെ ചപ്പ് വരുമ്പോൾ ചപ്പിനകത്ത് നിന്ന് കടിച്ചൊക്കെ അപകടം ഉണ്ടാകുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന, ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ വീടിൻ്റെ പരിസരം ചപ്പ് ചവറുകൾ കൂട്ടി വെക്കാതിരിക്കുക. വിറവ് തൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ താഴത്ത് കൂട്ടി വെക്കാതിരിക്കുക. വീടിൻ്റെ വരാന്തയിൽ ഷൂ പോലത്തെ സാധനങ്ങൾ താഴത്ത് വെക്കാതിരിക്കണം. ഈ മുട്ട വിരിഞ്ഞ് പോകുന്ന കുഞ്ഞുങ്ങൾ ഷൂവിനകത്ത് കയറുന്നത് നമ്മൾ അറിയാതെ കാല് വയ്ക്കും. അതിനകത്ത് കടിയേറ്റ് 116 കേസുകളാണ് ഈ വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ഇദ്ദേഹത്തെ ബോട്ടിലടച്ച് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.